മഴയുണ്ട്. മധ്യ തെക്കൻ കേരളത്തിലൊക്കെ മഴയ്ക്ക് ശമനമാണെങ്കിലും വടക്കൻ കേരളത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഈ പൊതുവെയുള്ള ഒരു മഴ സാഹചര്യം എങ്ങനെയാണ് എന്നതിൽ നിന്നും തുടങ്ങാം നമുക്ക് ഇന്നത്തെ വാർത്താ പ്രഭാതം അല്ലേ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്, കണ്ണൂരും കാസർഗോഡും. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേർന്നുണ്ട്. ഹാൻസിനോട് പൊതുവെയുള്ളൊരു മഴ സാഹചര്യം എങ്ങനെയാണ് എന്ന കാര്യം ചോദിക്കാം. ഹാൻസെ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഹാൻസെ പൊതുവെയുള്ളൊരു മഴ സാഹചര്യം? വടക്കൻ കേരളത്തിൽ 2 ഓറഞ്ച് അലർട്ടും മറ്റിടത്തൊക്കെ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. മധ്യ തെക്കൻ കേരളങ്ങളിലെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? കാരണം ഇന്നലെ ബാണാസുര സാഗറിന്റെ അടക്കം ഷട്ടറുകളൊക്കെ തുറന്നിരുന്നു. അപ്പോൾ എന്താണ് അവസ്ഥ? എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ? സേതു, ഗുഡ് മോർണിംഗ്. എന്തായാലും ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ അലർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ, പ്രധാനമായും നിലവിൽ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വടക്കൻ ജില്ലകളിലാണ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളാണ്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ഈ 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മധ്യ തെക്കൻ കേരളത്തിൽ ഇതുവരെയും മറ്റ് അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അതേസമയം അലർട്ടുകൾ മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കാരണം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങളിൽ, ഈ ഇത്തരത്തിൽ അലർട്ടുകളിൽ മാറ്റം വരാമെന്നാണ് വകുപ്പ് അറിയിക്കുന്നത്. കൂടാതെ സംസ്ഥാനത്തിന്റെ തീരദേശ പ്രദേശങ്ങളിലടക്കം 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി സംസ്ഥാനത്തെ 9 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് പത്തനംതിട്ട കക്കി, മൂഴിയാറ്, ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, തൃശ്ശൂരിലെ ഷോളയാർ, പെരിങ്ങൽകുത്ത്, വയനാട് ബാണാസുര സാഗർ ഡാം, ഈ 9 ഡാമുകളാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അലർട്ടിൽ ഇതുവരെ മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ ഈ അലർട്ടുകൾ മാറാം എന്നുള്ളൊരു നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. സേതു. ഓക്കെ ഹാൻസ്.